തെറ്റ് പറ്റിപ്പോയി ബാപ്പാക്കൂ. സൂരജ് അല്ലെന്ന് ഇങ്ങനെ പറയായിരുന്നു, കാണാറുണ്ട്. അമ്മേ നമ്മുടെ നന്ദിനി പശുവിനുണ്ട് അമ്മിഞ്ഞ 4 എണ്ണം. ഈ അമ്മയ്ക്കെന്തിതു 2 മാത്രം അവിടും നിമ്മട്ടു വിമ്മിട്ടമായി. ശ്രീധരിയം കണ്ണമ്പുഴ ശ്രീധര വാര്യർ. ഇതെന്താ പരിപാടി? ഇതാണ് അക്ഷര ശ്ലോക ഗ്രൂപ്പിലേക്ക് ഒരു ശ്ലോകം കൊടുത്തത്. ഇത് മത്സരം നടക്കുന്നുണ്ട് നിങ്ങളുടെ ഗ്രൂപ്പില്? ഇല്ല, ഒരാൾ ചൊല്ലിയതിന്റെ 3ാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം കൊണ്ട് അടുത്ത ആള് ചൊല്ലണം. രാവിലെ മുതൽ രാത്രി വരെ. ഞങ്ങളിപ്പോ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. പെട്ടെന്ന് അമ്മ ഫോൺ എടുത്തിട്ട് ഒരു സൈഡിൽ പോയി ഇരുന്നിട്ട് ഒരു ശ്ലോകം ചൊല്ലുന്നത്. ഞാൻ ചെയ്തെന്താ പരിപാടി? അപ്പൊ അവരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ കണ്ടിന്യൂസ്ലി മത്സരം നടക്കുന്നുണ്ട് അത്ര. അച്ഛ ഒരു ശ്ലോകം ചൊല്ലുന്നവാ. അച്ഛന്റെ ഒരു കവിത കേൾക്കണം ഇന്നലെ ആരോ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശ്ലോകം സ്വന്താക്കിട്ട് ഉണ്ടാക്കാനൊക്കെ പറ്റുമോ? ഇത് പണ്ട് ആരോ എഴുതി വെച്ചതല്ലേ ശ്ലോകം? ഞാൻ വേറെ ആരെല്ലോ ചൊല്ലുന്നത്, അച്ഛൻ സ്വന്തം ഉണ്ടാക്കിട്ടും ചൊല്ലുന്നു. അല്ല, അങ്ങനെ ശ്ലോകമൊക്കെ ഒറ്റക്ക് ഉണ്ടാക്കിട്ട് ചൊല്ലാൻ പറ്റുമോ? എന്താ പ്രശ്നം വന്നിരിക്കുന്നത്? ശ്ലോകം ആർക്കാ ചൊല്ലാൻ പറ്റാത്തത്? ഇത് വെച്ച് ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം എന്ന് പറയുന്ന പോലത്തെ പരിപാടിയല്ലേ? ഇതാ വേറെ കേട്ടോ. വന്നാല് പാടിപ്പാടി നടന്നു പണ്ടു പ്രിയതം പാണൻ പടപ്പാട്ടുകൾ, ഓടിത്തുള്ളി നടന്നു വീരചരിതം കൊട്ടാരം ഓരോന്നിലും, ആടിക്കണ്ടു പുരാണ ദൈവത കഥാവീര്യങ്ങൾ രാവൊക്കെയും തേടുന്നീ വക എന്നും ഇൻസ്റ്റയിൽ ടെലഗ്രാമിൽ മുഖത്താളിൽ ഞാൻ. ഇത് നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ? ഇൻസ്റ്റ ഇതൊന്നും അന്നത്തെ കാലത്ത് ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞത്. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ ശ്ലോകം? എനിക്ക് ഉണ്ടാക്കാൻ പറ്റാത്തത് അല്ല, അക്ഷര ശ്ലോകം എന്ന് പറയുന്നത് പണ്ട് ആരൊക്കെയോ ചെയ്തു വെച്ച ശ്ലോകം എന്ന് പറഞ്ഞാൽ 4 വരി വേണമെന്നേ ഉള്ളൂ. അത് ശ്ലോകമാവണം, വൃത്തഗന്ധി ആയിരിക്കണം എന്നർത്ഥം. ഒരു വരിയിൽ 8 അക്ഷരമുള്ള വൃത്തത്തിന് പറയുന്ന പേര് അനുഷ്ടുപ്പ് എന്നാണ്. അനുഷ്ടുപ്പ് പറ്റൂല. അതിന് മേലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു വരിയിൽ 9 അക്ഷരം തൊട്ട് 25 അക്ഷരം വരെ ഉള്ള ഏത് വൃത്തത്തിലും കവിതകൾ ഉണ്ടാവാം. ആ ഏത് ശ്ലോകവും അക്ഷരശ്ലോകത്തിന് ചൊല്ലാം. അപ്പോ അക്ഷര ശ്ലോകം എന്ന് പറയുന്നത് ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കും, എപ്പോഴും ഉണ്ടാവും. കാലിക ശ്ലോകം ഇഷ്ടം പോലെ ഉണ്ടാവും. അല്ല, പഴയ ശ്ലോകം അല്ല, ഇപ്പോഴത്തെ പുതിയ ശ്ലോകം ഉണ്ടാവാം. ഞാൻ ഇതൊക്കെ ചേർത്തൊരു പുസ്തകം ഉണ്ടാക്കാൻ പോകുന്നുണ്ട് അടുത്ത്. കാലിക ശ്ലോകങ്ങൾ. എനിക്കൊരു അക്ഷര ശ്ലോകം അറിയാലോ. 51 അക്ഷരാളി കലിത തരുലതേ വേദമാകുന്ന ശാഖി കൊമ്പത്തമ്പോട് പൂക്കും കുസുമ നദിയിലെത്തുന്ന പൂന്തേൻ കുഴമ്പേ. ഇത് മാത്രമേ എടുക്കാറിയുള്ളൂ. നാരീ കേരളം ഇന്നു തന്ന മധുരം സൗജന്യയാത്രാമൃതം, നേരായിന്ന് അനുജാതരൊത്തു പ്രിയരൊത്തെന്നും നുകർന്നീടുക. മാറാം നാളെ ഇതേ വിധത്തിൽ അപരം ബസ്സൊക്കെയും, ഭാരതം നീളെ വണ്ടികളോടും എങ്ങും ഇവിടെ വിദ്യാർത്ഥി വൃന്ദത്തിനും. ഈ പ്രിയദർശിനി ബസ്സിനെ പറ്റി നിങ്ങൾ ഇങ്ങനെ ശ്ലോകമൊക്കെ എഴുതാണാ? അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ഞാൻ വെച്ച് നിങ്ങൾ ഇതൊക്കെ എടുത്തൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നാന്ന്. ഇത് പണ്ട് എന്റെ റേഡിയോ മാഗസിന്റെ ടീഷർട്ട് ആട്ടാ, ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്ന സമയത്തുള്ള ടീഷർട്ട്. പണി കഴിഞ്ഞിട്ട് വരാ നോക്കിയേ. അപ്പൊ 2 ശ്ലോകവും റിച്ച് ആയിട്ടാ പണിക്കൊക്കെ പോവാ. നോക്ക്, ഞാൻ ഇത്തവണ നാട്ടിൽ വന്നിട്ട് നിലത്ത് നിന്നിട്ടില്ലല്ലോ, എല്ലാ ദിവസവും ഡ്രൈവില്ല, അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ. ഒരു ടിപ്പിക്കൽ പ്രവാസി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ടൈപ്പിലല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ബിസി ലൈഫ്, ബിസി ലൈഫ്, വെരി ബിസി ലൈഫ്. നിങ്ങൾക്ക് ആടൊന്നും ചെയ്യാനില്ലാത്തോണ്ട് എല്ലാ പണി എടുപ്പിക്കുന്നത്. ഞാൻ നിങ്ങൾ പറയുമ്പോ പിന്നാലെ വരുന്നില്ലേ? ഡ്രൈവിംഗ് എനിക്ക് ഇഷ്ടമുള്ള പണിയല്ലേ? ന്യൂ ഡ്രൈവർ ഇൻ ടൗൺ. എല്ലാ സ്ഥലത്തേക്കും ഒരു ഡ്രൈവറായിട്ടാണ് അമ്മ കാണുന്നത്. എനിക്കിന്ന് ആശുപത്രി പോണം, വണ്ടി എടുക്കുക, എനിക്കിന്ന് അവിടെ വിരുന്നിന് പോണം, വണ്ടി എടുക്കുക എന്നുള്ള രീതിയിലാണ് എന്നെ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കമ്പിൽ ടൗണിലൂടെ പൊക്കോണ്ടിരിക്കുക. ഇവിടെയൊക്കെ പരിചയമുള്ള കുറേ ആൾക്കാരുണ്ട്, പക്ഷെ ആ ആൾക്കാരെല്ലാം ഞാൻ മറന്നുപോയി. ഇത് നല്ല സ്ഥലമല്ലേ? കാട്ടാമ്പള്ളിയിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന വഴി. വാവ്, നോക്കിയ മെസ്സിയുടെ വലിയ കട്ടൗട്ട്, ഒരേ ഒരു രാജാവ്, കരിങ്കൽ കുഴി. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നാട്ടിലെ ക്ലൈമറ്റ് ഇതാണ്. ഉച്ചക്കൊക്കെ ഇങ്ങനെ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം, രാത്രി മുഴുവൻ മഴ. രാത്രി മഴ ഇങ്ങനെ പെയ്യും, അടിപൊളിയായിട്ട് പെയ്യും മഴ. രാവിലെ ആകുമ്പോഴേക്കും മഴയില്ല, പക്ഷെ മൂടിക്കെട്ടിയൊരു അന്തരീക്ഷം. ഇങ്ങനെ മഴയുടെ ശബ്ദം കേട്ടിട്ട് ഉറങ്ങാൻ നല്ല രസമാണ് കേട്ടോ. കേറി വാടാ മക്കളെ, നവാഗതർക്ക് സ്വാഗതം. കൃഷ്ണമേനോൻ വനിതാ കോളേജ്. ഞാൻ അവിടെ പണ്ട് ഒരു കവിത ചൊല്ലാൻ വന്നിട്ടുണ്ട്, ഒരു യൂണിവേഴ്സിറ്റി ആർട്സിൽ.
ഏതാ കവിത എന്നറിയോ? ഇത് ബാഗ്ദാദാണ്, അമ്മ പറഞ്ഞു ഒരറബിക്കഥയിലെ ബാഗ്ദാദ്. ഇങ്ങനെ ബാഗ്ദാദ് വരെ പോയി എൻ്റെ ശബ്ദം. വലിയ ഫുൾ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എൻ്റെ കവിത ആ പോയ വഴി എനിക്ക് തന്നെ കാണായിരുന്നു. വലിഞ്ഞിങ്ങനെ പോന്നു. ഇത് ബാഗ്ദാദാണ്, അമ്മ പറഞ്ഞു ഒരറബിക്കഥയിലെ ബാഗ്ദാദ്. പക്ഷെ അത് ഞാൻ പുറത്തുനിന്ന് പാടുമ്പോൾ നോക്കിയായിരുന്നു. ഇത്രയും ആളുകളുടെ മുമ്പ് പാടുമ്പോഴായിരുന്നു എനിക്ക് ആ പിച്ച് മാറിയിട്ട് വലിവായി പോയത്. എന്താണ് ആ ചങ്ങായി കളിക്കുന്നത്? അവൻ കുറച്ച് മുമ്പിൽ പോവും, എന്നിട്ട് അവിടെ നിർത്തും. അപ്പൊ ഞാൻ അവന്റെ ബാക്കിൽ നിൽക്കണം. അവന്റെ മുമ്പ് കയറി കഴിഞ്ഞാൽ അവൻ ഹോണടിച്ച് അവൻ മുന്നിൽ കയറും. എന്തൊരു ബസ് ഓടിക്കുന്ന ആൾക്കാരുടെ ധാരണ അവരുടെ മാത്രമാണ് റോഡ് എന്നുള്ളതാ. ബാക്കി ആർക്കും പോകണ്ട. ഞാൻ ഇപ്പൊ ഈ വണ്ടീന്റെ പിന്നാലെ തന്നെ എത്ര നേരമായി അറിയാം. മുന്നിൽ പോയിട്ട് കുറച്ചു നേരം മുന്നിൽ പോയി കഴിഞ്ഞാൽ ഇവ ഹോണടിച്ച് മുന്നിൽ കയറും. എന്നിട്ട് കുറച്ച് മുമ്പ് പോയിട്ട് അവൻ നിർത്തും. അപ്പൊ അവിടെ നിൽക്കണം. അതിന് കണക്കായിട്ട് നമ്മൾ പോകണം. പ്രിയദർശിനി വന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ ഇവരുടെ കൂടെ നിൽക്കാത്തതുകൊണ്ടെന്നറിയാം. ഈ ഒരു സ്വഭാവം കൊണ്ട് ഇവരുടെ ആറ്റിറ്റ്യൂഡ് കിട്ടണം, നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളൊരു ഇത് എത്ര നേരമായി ഞാൻ ഒരു സൈഡിലൂടെ കയറാൻ സമ്മതിക്കൂല. ഇങ്ങനെ ഒരു സ്ഥലത്ത് കയറി കഴിഞ്ഞാൽ അപ്പം വന്നിട്ട് ബാക്കിൽ നിന്ന് ഹോണടിച്ച് ഇടിച്ച് മുന്നിൽ കയറും. അതായിക്കോട്ടെ, എന്നാ പിന്നെ ബാക്കിയുള്ളവനെയും കൂടി പരിഗണിക്കണ്ടേ? റോഡ് കൊണ്ട് മാത്രല്ലല്ലോ. ഞാനേ നിങ്ങളോടിപ്പോ എന്താ പറയേണ്ടത്, നമ്മളാ മറ്റേ അമർ അക്ബർ ആന്റണി മൂവിയില് ഇന്ദ്രജിത്ത് പിസ്സ ഡെലിവറി ചെയ്യാൻ പോകുന്ന ഒരു സീനില്ലേ? സാർ റൈറ്റ് ടൈമല്ലേ സാർ? അതെ, പിസ്സയുടെ പിസ്സ എടുക്കാൻ പറഞ്ഞു. ആ പറഞ്ഞാൽ ഇവര് 10,000 ആവശ്യങ്ങൾക്ക് വന്നു. ഒന്നൊരു പാന്റ് മാറ്റണം എന്ന് പറഞ്ഞു. ആ പാന്റ് മാറ്റാൻ ആ പാന്റ് ഇവർ എടുത്തില്ല. രണ്ടിവര് ഗോൾഡ് എന്തെല്ലാം മാറ്റണം എന്ന് പറഞ്ഞു. അതിന് ഇവര് ആ ഗോൾഡ് എടുത്തില്ല. പിന്നെ ഇങ്ങനെ എന്തെല്ലാം പറഞ്ഞേ 5-6 ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു ഇവർക്ക്. ഈ ആവശ്യത്തിന് വേണ്ട സാധനം ഒന്നും എടുത്തിട്ടില്ല. വെറുതെ കണ്ണൂർ വരെ വന്ന് പ്രാത്താണോ? എന്നെ മെനക്കെടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന് അയ്യോ അതെടുക്കാൻ പറഞ്ഞു, അയ്യോ ഇതെടുക്കാൻ പറഞ്ഞു. പിന്നെ എന്തിനാ ഇപ്പൊ വന്നേ? ഈ പ്രഭാത് ജംഗ്ഷൻ ഇറങ്ങിട്ട് തിരിച്ചു പോരാ? എന്ത് മനുഷ്യന്മാരുടെ തെറ്റുപറ്റിപ്പോയി ബാപ്പാക്കൂ. അത് നിങ്ങള് പിന്നെ എന്തിനാ ഇങ്ങോട്ട് ഇപ്പൊ വന്നത്? ഓരോ സ്ഥലത്തെത്തുമ്പോഴല്ലേ അയ്യോ അതെടുത്തില്ല ഇതെടുത്തില്ല എന്നൊക്കെ ഓർമ്മ വരുന്നത്. അപ്പൊ നിങ്ങൾ പുറപ്പെടുമ്പോ ഇതല്ലേ നിങ്ങളുടെ ആവശ്യമോ? ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവുമ്പോ 1-2 ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ടുപോകും. വേറെന്താ ആവശ്യം? എനിക്ക് സ്റ്റിച്ചിങ്ങിന്റെ അതിന്റെ മെഷീൻ നന്നാക്കാൻ കൊടുക്കാനുണ്ടായിരുന്നു, അത് ഞാൻ എടുത്തു. അതുപോലെ സാരി മാറ്റാണ്ടായിരുന്നു, അത് ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ അതിന്റെ ഇടയിൽ ഇത് 2-3 എണ്ണം കണക്റ്റഡ് ആയിരുന്നു ആക്ച്വലി. അപ്പൊ ആ കണക്ഷൻ മിസ്സായപ്പോ അത് മൊത്തമായിട്ട് അങ്ങ് പോയി. അങ്ങനെ ഞങ്ങൾ കണ്ണൂരെത്തി. അച്ചാച്ചന്റെ മിലിറ്ററി കോട്ടയിൽ ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി മിലിറ്ററി ക്യാൻറ്റീനിൽ വന്നതാണ്. അപ്പോഴേക്ക് ഇതേ പെരുമഴ പെയ്തു. ഇനിയിപ്പോ എങ്ങനെയാ പോകുമ്പോ ഇവിടെ പാർക്കിംഗ് ഈ സാധനം ഒന്നും വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഇതെല്ലാം എത്രയോ കൊല്ലായി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. നല്ല ബിരിയാണി ഇവിടെ കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് കല്ലുമ്മക്കായ് ബിരിയാണി കഴിക്കാൻ മാർക്കറ്റിൽ റെസ്റ്റോറൻറ്റിൽ പോയിക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പാർക്കിംഗ് ഇല്ലാത്തതിനെ കൊണ്ട് വണ്ടി അവിടെ വെച്ചിട്ട് നടന്നു പോവാം. ഇതാണ് അത്ര റെസ്റ്റോറൻറ്റ്, അറഫ റെസ്റ്റോറൻറ്റ്. എൻ്റെ മോനെ പാർക്കിംഗ് ഒന്നുമില്ലേ? ഓട്ടോറിക്ഷക്കാരൻ പിടിച്ച് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് എത്താം. അപ്പോൾ താങ്ക്സ് ഫോർ സജസ്റ്റിങ്. ആരോ ഒരു ചേട്ടൻ സജസ്റ്റ് ചെയ്തതാണ്, ഒന്നല്ല കുറേ പേര് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അറഫ റെസ്റ്റോറൻറ്റ്, ഒരു ചെറിയ റെസ്റ്റോറൻറ്റ്. അവിടെ ഞങ്ങൾ ബിരിയാണി കഴിച്ചു, പാർസൽ എടുത്തു, സാഹചര്യൻ്റെ ആദ്യമൊക്കെ എടുത്തു, അച്ഛനെടുത്തു, അച്ചാച്ചനെടുത്തു, എല്ലാവർക്കും ആയിട്ടാണ് പോണത്. വീഡിയോ കാണുന്ന ഒരാളാണെന്ന് പറഞ്ഞു. മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയൊരു സുഹൃത്താ. അല്ല, ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ വന്നപ്പോൾ മാർക്കറ്റിലൂടെ ഇങ്ങനെ കറങ്ങുന്ന കാഴ്ചയെല്ലാം കണ്ടു വന്നത്. പേരെന്താ? ഇവിടെ വർക്ക് ചെയ്യാ? കച്ചവടമായല്ലോ. കണ്ട അപ്പൊ കച്ചവടം വരുന്നണ്ട. കണ്ണൂരിലെ ബെസ്റ്റ് ബിരിയാണി സ്പോട്ട് ചോദിച്ചൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൽ വേറെ കുറേ ആൾക്കാർ പറഞ്ഞൊരു ഷോപ്പാണത്, പ്രേമ കഫേ. പക്ഷേ ഇന്നെനിക്കിനി ആവതില്ല. ഞാൻ ഓൾറെഡി ബിരിയാണി കഴിച്ചു, ഒരാളുടെ പാർസലും എടുത്തു. ഇനി അടുത്ത വരവര്. താങ്ക് യു കേട്ടോ, ഒരുപാട് പേര് സജഷൻസ് തന്നു. ആ പുറമാണോ ഈ പുറം? മുറവായിട്ട് ഒരാൾ വന്നേക്കുന്നു. നമുക്ക് തൃപ്തിയായി, കണ്ണൂരിൽ വന്നതിനെ കൊണ്ട് മുതലായി. സന്തോഷം. ഞങ്ങൾ ഈ കണ്ണൂരിലൊരു ബിരിയാണി കഴിക്കാൻ ഇറങ്ങിയതാ. ഇപ്പൊ ആരല്ലോ പറഞ്ഞു, കുറെ സ്ഥലങ്ങൾ പറഞ്ഞു. അതിലൊരു സ്ഥലത്ത് പോയിട്ട് അറഫ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് കഴിച്ചു. വീട്ടിൽ വന്നിട്ട് ഉറങ്ങാനുള്ള മൂഡിലാവുന്നു കേട്ടോ. ശരി, അപ്പൊ കാണാം. ഞാൻ മിനിഞ്ഞാന്ന് വന്നാ. കാണാം. രാമായണ മാസം ആവാറായില്ലേ? അപ്പൊ നിങ്ങൾ ഇനി രാമായണം വായിക്കുന്ന സീസൺ? അടുത്ത മാസല്ലേ കർക്കിടക മാസം.
ഇത് മിഥുന മാസല്ലേ. റെഡിയായ? അപ്പൊ സാധനങ്ങളൊക്കെ റെഡിയായാ? എന്നാ പിന്നെ സാധനം വേണ്ടത് ബുക്ക് വേണം വായിക്കാനോ. രാമ രാമ ഈ എന്റെ തലമുടി നോക്കി നിന്ന സംഭവം എന്നറിയോ? ഞങ്ങൾ അവിടെ കിടന്ന സമയത്ത് മറ്റേ ഇങ്ങനെ കുത്തുന്ന സാധനമില്ലേ, അത് വെച്ചിട്ട് ഇവിടെ കുറെ നേരം ഇങ്ങനെ ആക്കിക്കൊണ്ടിരുന്നിട്ട് ലാസ്റ്റ് സ്പ്രിങ് പോലെയായി. അല്ല, രാവിലെ വേറെ കോലത്തിലായിരുന്നു. ഇപ്പൊ പിന്നെ അത് റീസൺ പറയാല. നമ്മൾ അമ്മമ്മയുടെ വീട്ടിൽ വന്നാ എന്നിട്ട് തിരിച്ചു പോന്ന വഴിക്ക് നല്ല രസമുണ്ടല്ലോ എൻ്റെ ഈ ഡ്രസ്സ്. എനിക്ക് മനസ്സിലായി. അതായത് അതിന്റെ അറ്റത്ത് ഒരു ഹോൾ ഉണ്ടാവും. ആ ഹോളില് മുള്ളിന്റെ ആ തൊട്ടാവാടീന്റെ അറ്റത്തെ തണ്ട് പൊട്ടിച്ചിട്ട് അതിന്റെ ആ ഒരു വെള്ളം ഒറ്റിക്കും. എന്നിട്ട് ഊതി കഴിഞ്ഞാൽ കൊമളി ഉണ്ടാവും അല്ലേ? അല്ലേ? അതല്ല സാധനം അതല്ലേ? ആ, പക്ഷെ ഇപ്പോഴത്തെ ഈ സാധനം അതല്ല. മെല്ലെ ഇങ്ങനെ ഒരു ഇത് ചെയ്തിട്ടുള്ള ആളുകൾ കമന്റ് ചെയ്യണേ. ഇത് ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ഉണ്ടാവില്ല. ഇതിനെ തൊട്ടാവടിക്കുന്നില്ല. അമ്മമ്മ എന്നാ വെട്ടിങ്ങളിവിടെ നിക്കുന്നത് നോക്കാൻ വന്നിട്ടാ. ഇത് ചെയ്തിട്ടുള്ള ആളുകൾ അത് ചെയ്തിട്ടുള്ള ആളുകൾ കമന്റ് ചെയ്യണേ. അമ്മമ്മ ഇത് ചെയ്തിട്ടുണ്ടാ? ഇത് ഇങ്ങനെ ഈ സൂപ്പറാണല്ലോ. അമ്മമ്മക്ക് കണ്ട് ബോറടിച്ചിട്ട് തിരിച്ചുപോയി. അമ്മമാരെന്തോ കാര്യമായിട്ട് ചെയ്യുന്നു എന്നിട്ട് വന്നതാ. ഞാൻ വലിയതാണ്ടാക്കിയ മണത്തോക്കോ സാഹചര്യം മണപ്പിച്ചു കൊടുക്ക്. ആ സ്റ്റോറി കണ്ടിട്ട് അതൊന്ന് മറ്റേ കക്ക ബിരിയാണി അല്ല, ഒന്ന് കല്ലുമ്മക്കായ ബിരിയാണി, ഒന്ന് ചിക്കൻ ബിരിയാണി. കണ്ണൂരിൽ നിന്ന് കുറെ പേര് സജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങള് ഒരു ബിരിയാണി കട കണ്ടുപിടിച്ചു. ഒന്നാഴ്ച നീ ഏതാഴ്ച? ഒന്ന് കല്ലുമ്മക്കായ ബിരിയാണി, ഒന്ന് ചിക്കൻ ബിരിയാണി. നീ കൊടുക്ക എത്ര പൈസ കൊടുത്തു? നീ കൊടുത്ത പറ. ഞങ്ങള് കണ്ണൂരിൽ നിന്ന് 2 കുട വാങ്ങി. അപ്പോഴേക്ക് സായുജ് ഇന്നൊരു കുട വാങ്ങിക്കുന്നു. എത്ര എടുത്ത? ഞങ്ങളൊന്നല്ല 2 കുടയാ വാങ്ങിയത്. ഓക്കെ, ഞാൻ അപ്പോഴും ഞാൻ ചോദിക്കുന്നത്, ഓക്കെ നീ വാങ്ങിയ കുട നല്ല കുട, നീ എത്ര വില കൊടുത്തു? ഇതെന്താണ് അവൾ തേച്ചു? ഇതിങ്ങനെയല്ലടാ. അയ്യോ, ഞങ്ങൾ നിങ്ങൾ ഈ വാങ്ങിയ കൊടയുടെ വിലയേക്കാളും 10 രൂപ കുറച്ചപ്പോൾ ഞങ്ങൾക്ക് 2 കൊട കിട്ടി. 550 2 കൊട. നീ 590 രൂപയാ? പക്ഷെ അത് ക്വാളിറ്റി ഉള്ള കൊടയാണ്. അതെ, ഇത് ക്വാളിറ്റി ഉണ്ട്. എന്താ പറയാ, ഇത് നല്ല കുഴപ്പമില്ല. അപ്പൊ നഷ്ടമില്ല. ഞങ്ങൾ 580 2 വാങ്ങി. മഴ തുടങ്ങിയിട്ട് 1 മാസമായി. 1 മാസമായിട്ട് ഒരു കൊടക്ക് വേണ്ടി ആഗ്രഹിച്ചു. കറക്റ്റ് ഏതാ മഴ തുടങ്ങിയിട്ട്. അതല്ലേ കോമഡി. ഞാനൊന്നും വാങ്ങിയില്ലേ, ഇന്ന് കറക്റ്റ് ദിവസം ഇവര് 2 വാങ്ങി. ആ കൊടക്ക് വേറെ സിസ്റ്റം ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ബോറടിക്കും, ഇങ്ങനെ ആക്കാം. വേണമെങ്കിൽ അതായത് നിങ്ങൾക്ക് വെള്ളം ശേഖരിക്കാം വേണമെങ്കിൽ. ഇപ്പൊ തന്നെ അത് ഇലയും പിന്നെ തണ്ടും വേറെ വരും. അങ്ങനെ ഇന്നത്തെ ക്ലൈമാക്സ് ആ 3 കുടകൾ കൊണ്ടുപോയി. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. സബ്സ്ക്രൈബ് ചെയ്തോട്ടോ, അതുപോലെ തന്നെ ഫോളോ ചെയ്യണേ. ബൈ.